തോട്ടങ്ങളും ഇല്ലിക്കൂട്ടങ്ങളും കൊച്ചരുവികളും ഫലപ്രദമായ വൃക്ഷലതാദികളും നിറഞ്ഞ ഇല്ലിമല ഗ്രാമം. നിഷ്കളങ്കരായ സ്നേഹമുള്ള മനുഷ്യർ കൊടുത്തും വാങ്ങിയും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന അതിമനോഹരമായ പ്രദേശം. നാളുകൾക്ക് മുമ്പ് ഒരു വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന ആ നാട് ഇപ്പോൾ ഒരുപാട് വികസനത്തിലെത്തി നിൽക്കുന്നു. പുതിയ തലമുറകൾ പലരും വിദ്യാസമ്പന്നരായി കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്രാമത്തിലെ പെന്തക്കോസ്ത് ഉപദേശിയായ ജോസഫ് പാസ്റ്ററുടെ സഭയിൽ യേശുവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു വിശ്വാസ കുടുംബമുണ്ട്. കുഞ്ഞവറാച്ചൻ, ഭാര്യ അന്നമ്മ, 3 ആൺമക്കൾ. കുഞ്ഞവറാച്ചനെ എല്ലാവരും കുഞ്ഞച്ചായ എന്നും അന്നമ്മയെ അന്നാമച്ചി എന്നുമാണ് എല്ലാവരും വിളിക്കാറ്. അന്നാമച്ചിയുടെ കൈപ്പുണ്യമുള്ള ഭക്ഷണവും കുഞ്ഞവറാച്ചന്റെ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങളും അവിടെ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ആരും മറക്കയില്ല. കുഞ്ഞവറാച്ചൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വട്ടിപ്പലിശയും ചിട്ടിപ്പിരിവും എല്ലാം ഉപേക്ഷിച്ച് ഉള്ളതെല്ലാം വെട്ടിപ്പിറക്കി ഇല്ലിമലയിലേക്ക് കുടിയേറി. കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലം രക്തം ഉയർപ്പാക്കി അധ്വാനിച്ച് വളരെ കഷ്ടതകൾ അനുഭവിച്ച് കൃഷിഭൂമിയാക്കി മാറ്റി. ഒപ്പം ഒരുമിച്ച് നിൽക്കാൻ അന്നമ്മ സദാ ശ്രദ്ധിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയി. മക്കൾ വളർന്നു. മൂത്ത 2 ആൺമക്കൾ പാവപ്പെട്ട 2 വിശ്വാസി കുടുംബങ്ങളിൽ നിന്നും സ്ത്രീധനമില്ലാതെ വിവാഹം കഴിച്ചു. അനുസരണവും സ്നേഹവുമുള്ള 2 മരുമക്കൾ ആ വീട് സ്വർഗമാക്കി. ഇളയ മകൻ പഠിച്ച് ഡോക്ടറായി ലണ്ടനിൽ പോയി. ലണ്ടനിൽ പോയ സാംകുട്ടി അവിടെ തന്നെ ജനിച്ചു വളർന്ന വിദേശ മലയാളി കുടുംബാംഗവും ഹൈ ഫാമിലിയിൽപ്പെട്ട ലിൻഡയെ വിവാഹം കഴിച്ചു. ലണ്ടനിൽ പോയതോടെ സാംകുട്ടിയുടെ കഷ്ടപ്പാടൊക്കെ മാറിയെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. എന്തായാലും ആദ്യമായി അവർ നാട്ടിലേക്ക് വരികയാണ്. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ കുഞ്ഞവറാച്ചന്റെ വീട്ടിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മാനുവേൽ ചർച്ച് അവതരിപ്പിക്കുന്നു മാനസാന്തരം. ആരംഭിക്കുക നിങ്ങൾക്കായി മാനസാന്തരം. രാവിലെ 4 മണിക്ക് എണീറ്റതല്ലേ? സഭ എത്ര പെട്ടെന്നാ പോകുന്നത്. സാങ്കുട്ടിയൊക്കെ എത്താറായിട്ട് എയർപോർട്ടിലേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോയി എയർപോർട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്റെ ഇച്ഛായ അതൊന്നും സാരമില്ലെന്നേ. അവരിങ്ങോട്ടല്ലേ വരുന്നത്. ഞാൻ വിളിച്ചത് പിള്ളേരൊക്കെ റെഡിയായോ? അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞില്ലേ? എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാൻ പറയൂ. ലണ്ടനിൽ നിന്ന് ജീവിച്ച പെൺകൊച്ച വരുന്നത്. അവൾക്ക് ഇവിടുത്തെ അന്തരീക്ഷവും രീതിയും പിടിച്ചു വരണം. ശരിയാ, ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലട്ടെ ചായ. ജോണും ജോയലും പെൺപിള്ളേരും ഭയങ്കര പരിപാടികളാ. കോഴി വറക്കുന്നു, കരിമീൻ പൊള്ളിക്കുന്നു, കപ്പ ഇളക്കുന്നു എന്ന് വേണ്ട, ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. ജോണിന്റെ ജോയലിന്റെ പെണ്ണുങ്ങൾക്ക് ഈ അമ്മച്ചി കൂടെ നിൽക്കണം. വരുന്ന ലിൻഡാമോൾ എങ്ങനെയാണോ എന്തോ. അന്നമ്മേ, നീ ഓർക്കുന്നുണ്ടോ നമ്മൾ ആ ദാരിദ്ര്യം അനുഭവിച്ച പഴയ കാലങ്ങൾ? 3 മക്കളെ വളർത്താൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു. എങ്കിലും ദൈവം നമ്മളെ കൈവിടാതെ കാത്തുകൊണ്ടിരുന്നു. നീ ഓർക്കുന്നുണ്ടോടി സാങ്കുട്ടി എത്ര കുസൃതിയായിരുന്നു? പഴയ കാലങ്ങളൊന്നും മറക്കാൻ കഴിയില്ല കുഞ്ഞച്ചായ. സാംകുട്ടിക്ക് ജോലി കിട്ടിയതിൽ പിന്നെയാ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിയത്. പക്ഷേ അവൻ നമ്മളെ കൂട്ടാതെ കല്യാണം കഴിച്ചതായിരുന്നു എനിക്ക് പ്രയാസം. ഇപ്പോൾ അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സങ്കടവും മാറി. അമ്മച്ചി, നിങ്ങൾ സംസാരിച്ചു നിൽക്കുകയാണ്. അടുക്കളയിൽ എല്ലാം റെഡി. പാസ്റ്റർ വിളിച്ചില്ലേ അപ്പച്ച? പാസ്റ്റർ ഇപ്പൊ വരും. നിങ്ങൾ റെഡിയായല്ലോ? അപ്പച്ച നോക്ക്, ലില്ലിക്ക് ഈ വേഷം മതിയോ? ഞാൻ അവളോട് പറഞ്ഞതാ വേറെ ഒരു ഡ്രസ് ഇടാൻ. മതി, നന്നായിരിക്കുന്നു. പാസ്റ്റർ ആയിരിക്കും, നോക്കട്ടെ. സ്തോത്രം. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. സ്തോത്രം. പാസ്റ്ററെ വരൂ, ഇരിക്കൂ. ഞങ്ങളും മക്കളും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും സാമിനെയും ലിൻഡയെയും കാത്തിരിക്കുകയാണ്. മോളെ കുട്ടി, പാസ്റ്റർക്ക് ഒരു ചായ എടുത്താട്ടെ.
എന്തൊക്കെയുണ്ട് പാസ്റ്റർ വിശേഷങ്ങൾ? എല്ലാരും സുഖമായിരിക്കുന്നോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. മേഴ്സി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി. മോളെ സ്കൂളിലാക്കിയിട്ടാ ഞാനിങ്ങ് വന്നു. അന്നാമേ, ഒരു കാറ് വന്നല്ലോ. അവരെത്തിയെന്ന് തോന്നുന്നു. സാമേ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തുവാൻ ഒരുപാട് സമയമെടുത്തു. എന്തോ ഒരു റോഡ്. ലിൻഡ മോളെ, ലണ്ടൻ ഇതുപോലൊക്കെ തന്നെയാണോ മോളെ? അനിയത്തി, ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെല്ലാം മോളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? മതി മതി, അവരും എത്തിയല്ലോ. പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിച്ചാണ്, ഭക്ഷണത്തിന് കൂടി പ്രാർത്ഥിച്ചാണ്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അവർ ഭക്ഷണം കഴിച്ചിട്ട് അല്പം വിശ്രമിക്കട്ടെ. കർത്താവേ, ഈ നല്ല ദിവസത്തിനായി വാഴ്ത്തുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ സന്തോഷത്തിനായി സ്തോത്രം. ക്ഷേമത്തോടെ നിന്റെ മക്കളെ കൂട്ടിവരുത്തിയല്ലോ. നന്ദി കർത്താവേ. ഇവിടെ ഒരുക്കിയ ഭക്ഷണത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. പാസ്റ്ററെ, ഇരുന്നാട്ടെ. മക്കളെ വരൂ. മോളി, ലില്ലി, നിങ്ങളും ഇരിക്കെ. ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കൂടി വിളമ്പി തന്നിട്ട് എത്ര കാലമായി. സാമേ, കുറെ സമയം കൂടി സഹിക്കുന്നു. വാട്ട് കൾച്ചർ. അതുമല്ല, ഈ ഫുഡ് കണ്ടിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ KFC സഭയൊന്നും ഇല്ലേ? ഒന്ന് വിളിച്ചു പറയും. സോറി, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ നീഡ് റെസ്റ്റ്. എനിക്ക് അല്പം വിശ്രമിക്കണം. ആരും വിഷമിക്കരുത്. ആ കുട്ടി പുതിയൊരു സ്ഥലത്ത് നിന്ന് വന്നതല്ലേ, എല്ലാം ശരിയാവും. അല്ല വർഷേ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് വന്നത്. ഇത് ലണ്ടനില്ലെന്ന് അവൾക്കറിയാം. അപ്പനും അമ്മയും തന്നിഷ്ടത്തിന് വിട്ടുന്ന ഒരു പെൺകൊച്ചായിരുന്നു ലിൻഡ. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. വർഷ കഴിച്ചാട്ട്. സാരമില്ല, എല്ലാം ശരിയാവും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കും. ഞാൻ പിന്നൊരിക്കൽ വരാം. അമ്മച്ചി, നിങ്ങൾ കഴിച്ചു. എനിക്കിപ്പോൾ മനസ്സു ശരിയല്ല. ഞാൻ പോയി കിടക്കട്ടെ. എന്നാലും അവരൊന്നും കഴിച്ചില്ലല്ലോ. ഉള്ള സന്തോഷമെല്ലാം ചോർന്നു പോയതുപോലെ. അമ്മച്ചി എന്തിനാ വിഷമിക്കുന്നേ? അവർ കുറച്ചു കഴിയുമ്പോഴേക്കും വരുമെന്നേ. നമേ, നീയും പിള്ളേരും കഴിച്ചോ? ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടെ. എനിക്കും ഇപ്പോൾ ഒന്നും വേണ്ട. എന്റെ കർത്താവേ, ആരും ഒന്നും കഴിക്കാതെ പോയി. എല്ലാം നേരെയാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഇനി ഒരു വഴിയുമില്ല. മോളെ നിന്റെ ചായ. സമയം എത്രയെന്ന് അറിയാമോ? നേരെ 10 മണിയായി. ആ, യാത്രാക്ഷീണവും പുതിയ അന്തരീക്ഷവും ഒക്കെ കൊണ്ടായിരിക്കാം പ്രഭാത പ്രാർത്ഥനയ്ക്കും അവര് വന്നില്ല. ഇതെന്തൊരു ശല്യമാ. ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ലാത്ത വീട് വേറെ എവിടെയും കാണില്ല. സാമേ, ഇതെന്താ ഇങ്ങനെ? ഇവരോടൊക്കെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ആ ഫെഡം. നീ ഒരു അക്ഷരം വിടരുത്. അബ്രാമിനെ യജമാനെ എന്ന് വിളിച്ചനുസരിച്ച ഒരു സാറയെ കുറിച്ച് പുതിയ നിയമത്തിലുള്ള ഭേദഭാവം നീ വായിച്ചിട്ടില്ലായിരുന്നു. യൗവന മോഹങ്ങളിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ തോന്നിയ ഒരു ഇഷ്ടം അതെന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. നീ എൻ്റെ ഭാര്യയാണ്. നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. പച്ച, അമ്മച്ചി, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ മറന്നാണ് ഞാൻ ഈ വിവാഹം കഴിച്ചത്. എനിക്ക് വേണ്ടി പഠനം മാറ്റിവെച്ച ജ്യേഷ്ഠന്മാർ ഒത്തൊരുമിച്ച് കഴിഞ്ഞ ഞങ്ങളുടെ മാതൃ കുടുംബം അറക്കുവാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ രാത്രി തീരുമാനിച്ചു. ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ല. ഒരു ഡോക്ടറായി എനിക്ക് ഈ നാട്ടിൽ ജോലി കിട്ടും. നീ ജീവിതം സ്നേഹവും എന്തെന്ന് പഠിക്കാൻ പോവുകയാണ്. മോനെ സാങ്കുട്ടി, നിന്റെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീയാണ് മോനെ ആൺകുട്ടി. തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോൾ അതെടുക്കാൻ നിനക്ക് ദൈവം ബലം തന്നു. ലണ്ടൻ പണവും പത്രാസും എടുത്താൽ പങ്കാത്ത സമാധാനങ്ങളും വേണ്ട. പരസ്പര സ്നേഹവും സഹകരണവും ദൈവഭയവുമുള്ള കുടുംബ ജീവിതത്തിൽ അല്പ കഷ്ടങ്ങൾ വന്നാലും സാരമില്ല. സാമേ,
ഇത്ര പെട്ടെന്നെല്ലാം തീരുമാനിക്കാൻ മാത്രം? നീ എന്നെ പേര് വിളിക്കരുത്. നീ എന്നെ സമച്ചായെന്ന് വിളിച്ചാൽ മതി. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പാരമ്പര്യങ്ങൾ നീയായി മാറ്റിമറിക്കണ്ട. കേട്ടല്ലോ? എല്ലാ അടുക്കളയില് അവിടെ ചേച്ചിമാരുടെ കൂടെ ചേർന്ന് ഈ വീട്ടിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അമ്മച്ചി, എല്ലാവരും എഴുതിയിട്ട് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞാൻ പായ വിരിച്ചു കഴിഞ്ഞു. ഇന്ന് അല്പനേരം കൂടുതൽ പ്രാർത്ഥിക്കണം. മോള് ചേച്ചി, ചേച്ചി, അച്ഛന്മാരെയും കൂട്ടി വേഗം വരും. എന്റെ ദൈവമേ, നമ്മുടെ ലിൻഡാമോൾക്ക് വന്ന മാറ്റം കണ്ടോടി അല്ലാമേ. അവൾ എങ്ങനെ ഇത്രയും പെട്ടെന്ന് മാറി ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്റെ കുഞ്ഞച്ചായ, അതല്ലേ കർത്താവിന്റെ പ്രവൃത്തി. ഏത് ഹൃദയത്തെയും മാറ്റുന്ന കർത്താവിന്റെ ശക്തി, പ്രാർത്ഥനയുടെ മറുപടി. എന്റെ അന്നാമേ, നമ്മൾ അന്ന് രാത്രി ഉറങ്ങാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലം കണ്ടു. എടി, ഏത് കല്ലുപോലുള്ള ഹൃദയത്തെയും മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടല്ലോ. അത് മതി, എനിക്ക് സന്തോഷമായി. ആ, മക്കളെല്ലാരും എത്തി. നമുക്ക് ആരാധന തുടങ്ങാം. ഒരു പാട്ട് അങ്ങ് പാടും മക്കളെ. ദൈവത്തിൽ